When you place the problem before the Lord, always thank Him for solving the problem. Faith is the hope of things that's not seen and the evidence of things that's not seen. Let us declare by faith, Lord, work on my behalf, and I praise God for that. Let's give glory to God, and God intervenes. Therefore, I don't have to worry about it. In the old times, Ammachi prayed. This Ammachi prayed for this mountain to be moved. Then she came back and looked. The mountain is still there. She said, I already knew it's not going to be moved. It's not the kind of prayer. Pray by faith. Pray in faith. Then God's word will be revealed. What of God says? Matthew chapter 22 21-22. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. If you believe, you will receive whatever you ask in prayer. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് in faith, പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും if you ask in prayer, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണമിടയാകുന്നു. you will receive whatever you ask. അവൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമിടയാകണം. Hallelujah. You believe and pray. ദൈവം നമുക്ക് നൽകുവാനുള്ളത് നമ്മുടേതായ യോഗ്യതയ്ക്കനുസരിച്ച് അവൻ നൽകി തരുവാൻ തക്കവണ്ണമിടയാകും. He will give what we deserve. ദൈവത്തിന്റെ സാന്നിധ്യം അതിന്മേൽ ഇറങ്ങുവാൻ തക്കവണ്ണമിടയാകും. God's presence will come down into that situation. പ്രശ്നം ഏറ്റെടുക്കുന്നതായ വ്യക്തിയെ കുറിച്ച് കാണുവാൻ തക്കവണ്ണമിടയായി. We talk about a person who takes over the problem. മോശ പ്രശ്നം ഏറ്റെടുത്തത് കാണുവാനിടയാകുന്നു. We see how Moses took over the problem. തന്റെ സഹോദരിയായിരിക്കുന്നതായ മിരിയാം കുഷ്ഠം വന്നു കഴിഞ്ഞപ്പോൾ അവൻ പ്രശ്നം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനിടയായി. When Miriam got sick with leprosy, he took over the problem and prayed for her. എങ്ങനെ മിരിയാമിന് കുഷ്ഠമുണ്ടായത്? How did Miriam got sick? അവൻ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചതിന്റെ പരിണിത ഫലമായി ദൈവത്തിൽ നിന്നൊരു ശിക്ഷ അവളിലേക്ക് കടന്നു വരുവാനിടയായി. Because she talked against her brother Moses, and the punishment came from the Lord. നിനക്കെതിരായി ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നീ എതിരായിട്ട് നിൽക്കണ്ട, നീ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമിടയാകട്ടെ. If somebody do some harm to you, don't worry, God will handle that situation. ഒരു മോശയുടെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. Let's have the character of Moses. അവരെന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി അവർക്ക് ഒരു നാളും പ്രാർത്ഥിക്കയില്ല എന്നല്ല പറയേണ്ടത്. They told me like that, therefore I'm mad at them, I won't pray for them. അവരെന്നോട് അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചെന്ന് ഒരിക്കലും പറയരുത്. Never say that this happened to the family or person because they did that to me. മോശ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ സഹോദരിയായിരിക്കുന്ന മിരിയാമിന് വേണ്ടി ഇടിവിൽ നിന്നതുപോലെ, like Moses prayed, intervened on behalf of her sister. അവൻ നിന്നെ വേദനിപ്പിക്കുന്നതായ അനേക വാക്കുകൾ നിന്റെ ചെവികൾ നീ കേട്ടിട്ടുണ്ടാകും. Maybe you have heard things that bother you. നിന്റെ ഹൃദയം മുറിക്കുന്നതായ അനേക പ്രശ്നങ്ങൾ നിന്റെ കാതുകളിൽ മുഴുകി കേട്ടിട്ടുണ്ടാകും. You may have hurt yourself by hearing certain tidings. എന്നാൽ അവർക്ക് വരുന്ന അനർത്ഥത്തിൽ നീ സന്തോഷിക്കുവാൻ തക്കവണ്ണമിടയാകരുത്. Never rejoice in the harm that happens to their life. മോശയെപ്പോലെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ മുഴങ്ങാൻ മടക്കുവാൻ തക്കവണ്ണമിടയാകണം. Like Moses, we have to humble before the Lord. അവൻ ഇന്ന് രാത്രികാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുവാൻ തക്കവണ്ണമിടയാകട്ടെ. Let's search our lives and come to pray. നാം 4 വിഭാഗത്തിലാരാണ്? Who are we in these 4 categories? പ്രശ്നമുള്ള വ്യക്തിയാണോ? Do we have a problem? പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തിയാണോ? Are we the problem creators? പ്രശ്നം കണ്ടിട്ട് മാറിപ്പോകുന്ന വ്യക്തിയാണോ? Are we avoiding the problems? പ്രശ്നം ഏറ്റെടുക്കുന്ന വ്യക്തിയാണോ? Those who take over the problem. ഇന്ന് രാത്രികാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ, when we are here, ഈ പട്ടണത്തിൽ ദൈവം നമ്മെ കൊണ്ടുവന്നുവെങ്കിൽ, if God has brought us to the city, അവനായി ദൈവം ഈ സ്ഥാനത്ത് നമ്മളെ എത്തിച്ചുവെങ്കിൽ, if God has brought us to this place, നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. we pray for the people
അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. Many families are being destroyed. അനേക തലമുറകൾ അവൻ ദൈവിക വഴികളെ വിട്ട് അവൻ മാറിക്കൊണ്ടിരിക്കുന്നു. Many generations are moving away from the Lord. അനേക മാതാപിതാക്കന്മാർ അവൻ വളരെ ഹൃദയവേദനയോടുകൂടി അവൻ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. Many parents are troubled in their heart. ഇന്ന് രാത്രികാലം നാം പ്രശ്നം ഏറ്റെടുക്കുന്നവരായി തീരട്ടെ. Let's take over the problem. ഈ പട്ടണത്തിൽ അവൻ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഗുണമടയാകട്ടെ. May the work of the Lord be revealed in this city. നാം പ്രശ്നം ഏറ്റെടുക്കുമ്പോൾ, When we take over the problem, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, when we pray, അനേകർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഗുണമടയാകും. many people will come to the presence. കർത്താവേ, പ്രശ്നമുള്ളവരെ എന്റെ മുമ്പിലേക്ക് അയക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുവാൻ ഗുണമടയാകട്ടെ. Let's pray. Send people with problems to me. അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഗുണമടയാകും. When we pray like that, God will send people. അനേക കുടുംബങ്ങൾ സമാധാനമില്ലാതിരിക്കുമ്പോൾ, When a lot of people have enough problems, ആ ദൈവിക സമാധാനത്താൽ അവൻ നമ്മെ നിറയ്ക്കുവാൻ ഗുണമടയായി. may God help us. ഇന്ന് രാത്രികാലം ഇങ്ങനൊരു അവസരം